ഇന്ന് നമ്മൾ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എന്താ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കടലമാവിൽ അത്യാവശ്യം കട്ടകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കടലപ്പൊടി എടുക്കുന്ന സമയത്ത് ഇതുപോലെ അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 2 നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒരു കപ്പ് കടലമാവിലേക്ക് കറക്റ്റ് പരുവാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം കേട്ടോ. ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കുമല്ല. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ ഹോളിലൂടെയാണ് നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വലുതായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല, വലുതുണ്ടായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരുപാട് ആക്കരുത് കേട്ടോ. ഒരു ഓയിലിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് പോവാൻ നിൽക്കണ്ട. പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. ചെറിയ ബോൾസ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്കിനി കോരി എടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ആ ഒരു ഹോളിലൂടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഹോളിലൂടെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ അത് അപ്പുറ ഭാഗത്തു കൂടെ അങ്ങനെ ഒന്നിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ പൂന്തി റെഡിയായിട്ട് കിട്ടും. 1 കപ്പ് മാവ് വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ പൂന്തി വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രേറ്ററിൻ്റെ ഹോളും ചെറിയ ഹോളായതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് വലുപ്പത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ മുഴുവൻ മാവ് വെച്ചിട്ടും ബൂന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ ഒരു ചെറിയ മുത്തുകളല്ലാത്ത ഇങ്ങനെ പരന്ന് വന്നിട്ടുള്ള ആ ഒരു പീസുകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പെറുക്കി എടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കണം കേട്ടോ. തൊട്ട് നോക്കിയിട്ട് ഒരു ഒറ്റനൂൽ പരുവാവുന്ന സമയത്ത്, ആ ഒരു പരുവം ആകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. ഇത്രയും മതി, ഒരുപാട് അങ്ങ് ആവാൻ നിൽക്കരുത്. അപ്പോൾ നമുക്കിത് കറക്റ്റ് പരുവത്തിൽ കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല പൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും പൂന്തി വേണമെന്നില്ല കേട്ടോ, കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ട് വേണം കേട്ടോ. അങ്ങനെ നമ്മളിത് ഇളക്കി കൊടുത്താലും ചെറുതായിട്ട് ഇതിലിങ്ങനെ ഒരു വെള്ളം പോലെ വേണം. പഞ്ചസാര ഒരുപാട് അങ്ങ് കമ്പിനൂൽ പരുവാവാൻ നിൽക്കരുത്. അപ്പോൾ ആ കമ്പിനൂൽ പരുവം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ വേണം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കാൻ. എന്നിട്ട് ആ ഒരു പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ചൂടോടുകൂടി തന്നെ അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിൽ ഞാൻ ഉണക്കമുന്തിരി വറുത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര പാനിയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ലഡു ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചും കൂടെ പൂന്തി എടുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഒരുപാട് പൂന്തിയായി കഴിഞ്ഞാലാണ് നമുക്കിത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇടയിലുള്ളതൊക്കെ ആ വലിയ പൂന്തിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ലഡുവിൻ്റെ ടെക്സ്ചറിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇനി ഉരുട്ടിയെടുക്കാം.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേ ടെക്സ്ചറും അതേ ടേസ്റ്റും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്